റാന്നിയിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. മഴയുടെ ശക്തിയും കുറഞ്ഞു. വെള്ളം കയറിയ റോഡുകളിൽ നിന്നും വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ജാഗ്രത തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, വീണ്ടും മഴ പെയ്ത് വെള്ളക്കെട്ട് ഉയർന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ആശ്വാസമായി ജലനിരപ്പ് താഴുന്നു എന്ന വിവരം കൂടി കിട്ടുന്നത്. മഴയും മാറി നിൽക്കുന്നുണ്ടോ? മാധു, റാന്നിയിൽ ആശങ്ക ഇതുവരെ ഒഴിവായിട്ടില്ല. ആകെയുള്ള ഒരു ആശ്വാസം മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ പമ്പാ നദിയിൽ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതേപോലെ തന്നെ തുടരുകയാണ്. ഇത് വെള്ളത്തിൽ മുങ്ങിയ ഒരു ക്രൈസ്തവ ദേവാലയമാണ്. റാന്നിക്ക് സമീപം തന്നെയുള്ള റാന്നി പട്ടണത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ക്രൈസ്തവ ദേവാലയമാണിത്. അതിൻ്റെ പരിസരത്ത് 2 ദിവസം മുമ്പ് അർദ്ധരാത്രിക്ക് ശേഷം പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ പമ്പാ നദിയിൽ നിന്നും വെള്ളം കയറി ഇവിടെ മുങ്ങിയതാണ്. അതേ വെള്ളം ഇപ്പോഴും അതേപടി തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ മറുവശത്തുള്ള പുരയിടങ്ങളിലെല്ലാം വീടുകളിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ്. അതായത് ഇനിയും വെള്ളം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. അത് തന്നെയാണ് ഇപ്പോൾ ആളുകളുടെ ഒരു ആശങ്ക. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കയറിയ വെള്ളം അതേപോലെ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്നു. ഇനി ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. വീണ്ടും ശക്തമായിട്ടുള്ള മഴ പെയ്യുകയും പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ജലത്തിന്റെ അളവ് വർദ്ധിക്കും. അതാണ് ഇപ്പോൾ റാന്നിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്നുള്ളത്. ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ള മഴ ശബരിമല വനമേഖലയിൽ പെയ്തിരുന്നു. അതിനെ തുടർന്നാണ് മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ തുറന്നത്. അല്പസമയം മുമ്പ് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയത് അത് 30 സെന്റിമീറ്റർ ഉയർത്തണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ വലിയ ആശങ്കയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത് 15 സെന്റിമീറ്റർ മാത്രം ആക്കിയത്. എന്നിട്ടും ഇപ്പോൾ പമ്പാ നദിയിൽ ജലനിരപ്പ് കുറയുന്നു, അതിനോടൊപ്പം മഴയുടെ ശക്തിയും കുറയുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.